ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിലെ വിഷയം കോളോറക്ടൽ ക്യാൻസറാണ്. അതിനൊരു കാരണമുണ്ട്. എല്ലാ വർഷവും മാർച്ച് മാസം എന്ന് പറയുന്നത് വേൾഡ് കോളോറക്ടൽ ക്യാൻസർ അവയർനെസ് മന്താണ്. കോളോറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടൽ മുതൽ മലാശയം വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ കുടലിൻ്റെ ഭാഗത്ത് വരുന്ന ഏത് തരം ക്യാൻസറിനെയും നമ്മൾ കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ സിംറ്റംസിനെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ മാറി വരുന്ന ലൈഫ് സ്റ്റൈലാകാം കോളോറക്ടൽ ക്യാൻസറിന് നിന്ന് ഇത്രയും ഇമ്പോർട്ടൻസ്, ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഡോക്ടർ രാജീവ് ജയദേവനോട്. അദ്ദേഹം എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ രാജീവ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ ഈ മാസം കോളോറക്ടൽ ക്യാൻസർ അവയർനെസ് മന്താണ്. എന്താണ് അങ്ങനൊരു അവയർനെസ് മന്ത് വരാനുള്ള ഒരു ഇമ്പോർട്ടൻസ്? അത്രയും ഇമ്പോർട്ടൻസ് കോളോറക്ടൽ ക്യാൻസറിനുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? തീർച്ചയായും കോളൺ ക്യാൻസർ എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞു, വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ്. അതേപ്പറ്റി ഒരു അവബോധം, അവയർനെസ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ പട്ടികയിൽ എല്ലാ ക്യാൻസറുകളെയും നിരത്തി വെച്ച് കഴിഞ്ഞാൽ മരണത്തിൻ്റെ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് കോളൺ ക്യാൻസർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് വളരെ വിരളമായിട്ടുള്ളൊരു ക്യാൻസറെ പറ്റി സംസാരിക്കുന്നതിനേക്കാളും സാധാരണ കാണുന്ന ഒരു ക്യാൻസറെ പറ്റി നമ്മൾ സംസാരിക്കുകയും അതിൻ്റെ പല വശങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിനെ തടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളൺ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അർബുദ രോഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പല സിംറ്റംസും, ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ, മോഷൻ പോകുമ്പോൾ അതിൽ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുക, സാധാരണ ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഹാബിറ്റ്സ് മാറി വരിക, ബുദ്ധിമുട്ടായിട്ട് വരിക, സ്ഥിരമായിട്ട് 1-2 ദിവസത്തെ ബുദ്ധിമുട്ടിൻ്റെ കാര്യമല്ല, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരു പക്ഷേ വളരെ വിരളമായിട്ട് തന്നെ കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. പക്ഷേ ഈ ലക്ഷണം ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് അല്പം ബുദ്ധിമോശം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന് ചോദിച്ചോട്ടെ, ഈ കോളോറക്ടൽ ക്യാൻസർ അവയർനെസ് മന്ത് പോലെ ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് അത്രത്തോളം കൂടുതൽ ഡോക്ടർ പറഞ്ഞു 3-ാമത്തെ ക്യാൻസറാണെന്ന് പറഞ്ഞു, മരണനിരക്കുകളിൽ 3-ാമത്തതാണെന്ന് പറഞ്ഞു. ഇത് ഇത്രയും കൂടാൻ അടുത്ത കാലത്തായിട്ടെങ്കിലും ഇതിന് ഇത്രയും നമ്പേഴ്സ് കൂടി വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമ്പേഴ്സ് കൂടി വരുന്നത് മാത്രമല്ല, ഇത് കൂടുതൽ പരിശോധിക്കുന്നതനുസരിച്ച് കൂടുതൽ പേഷ്യൻസിന് ഡയഗ്നോസിസും വരുന്നുണ്ട്. അല്ലാതെ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ തോത് കൂടുന്നതായിട്ട് അങ്ങനെ ഒരു അറിവ് തൽക്കാലമില്ല. പക്ഷേ ഒരു 60 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് പലപ്പോഴും നമ്മൾ ആണെന്ന് പറഞ്ഞിരിക്കും, കുടലിൽ വ്രണമാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ പല കേസും ഡയഗ്നോസ് ചെയ്യാതെ പോയിട്ടുണ്ടാകാം. പക്ഷേ സമീപകാലത്ത് ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനുള്ള എല്ലാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ഫ്രീ ആയിട്ട് ലഭ്യമാണ്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ 60 വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ ടെസ്റ്റുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഈ ഉപകരണങ്ങളുടെ ലഭ്യത മൂലമായിരിക്കണം ഈ ക്യാൻസർ ഡിറ്റക്ഷൻ, അതായത് കണ്ടുപിടിക്കൽ അല്പം കൂടുതൽ ശുഷ്കാന്തിയായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ കൂടുതൽ കേസസ് കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇത് പണ്ടുള്ളതിനേക്കാളും കൂടുതൽ കേസസ് വരുന്നു എന്നുള്ളതല്ല, കൂടുതൽ കേസസ് കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കോളോറക്ടൽ ക്യാൻസർ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി, ഇപ്പോൾ കേരളീയരുടെ ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്, പ്രത്യേകിച്ച് നമ്മുടെ ആഹാര രീതിക്ക്. അതും ഈ കോളോറക്ടൽ ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കോളൺ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് പ്രധാനമായും ഒരു ജനറ്റിക് ഡിസോർഡറാണ്. നമ്മുടെ DNA, ശരീരത്തിലെ കോശങ്ങളിലുള്ള DNAയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് മ്യൂട്ടേഷൻസ് എന്ന് പറയും. ഈ മ്യൂട്ടേഷൻസ് ആണ് പൊതുവേ കോളൺ ക്യാൻസറിലേക്ക് നയിക്കുന്നത്. എന്നാൽ എല്ലാ മ്യൂട്ടേഷൻസും കോളൺ ക്യാൻസറിലേക്ക് നയിക്കാറില്ല. ഈ മ്യൂട്ടേഷൻസ് സംഭവിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പരിസ്ഥിതിയിൽ, എൻവയറൺമെൻറ്റിൽ ചില മാറ്റങ്ങൾ, ഡയറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യായാമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ശരീരത്തിൻ്റെ ഭാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത് ക്യാൻസറിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച്, അതായത് 40 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്കാണ് സാധാരണ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ടുവരാറ്. ഇപ്പോൾ ഈ ഡോക്ടർ നേരത്തെ ഡയറ്റിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ റെഡ് മീറ്റ് ഉപയോഗിക്കുന്നവരിൽ ഈ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. എന്ന് വെച്ച് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. ക്യാൻസർ ഉണ്ടാകാൻ പ്രവണതയുള്ള ഒരു വ്യക്തി
റെഡ് മീറ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് വരാനുള്ള റിസ്ക് കൂടുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരു റെഡ് മീറ്റ് ഉപയോഗിച്ചെന്ന് വെച്ച് ക്യാൻസർ വരുമെന്നാരും ഇവിടെ പറയുന്നില്ല. പിന്നെ ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു പ്രക്രിയയുണ്ട്. ഈ കുടൽ ക്യാൻസറിൻ്റെ കാര്യം വളരെ പ്രത്യേകതയുള്ള ഒരു ക്യാൻസറാണ്. അതായത് ഒരു ചെറിയ വൃക്ഷത്തൈ, 2 ഇലയുള്ളൊരു വൃക്ഷത്തൈ ഒരു ചെറിയ ചെടിയാകുന്നതും, ചെടിയായതിനു ശേഷം ചെറിയ മരമാകുന്നതും, പിന്നീട് അതൊരു വലിയൊരു വൻമരമായിട്ട് മാറുന്നതും പോലെ ഒരു പോളിപ്പ് വളർന്ന് സൈസ് വെച്ചിട്ടാണ് പിന്നീട് അത് ക്യാൻസറായിട്ട് മാറുന്നത്. പോളിപ്പ് എന്ന് കേട്ടിട്ടുണ്ടാകാം, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകാം. പോളിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രോത്താണ്. ശരീരത്തിൻ്റെ പല ഭാഗത്ത് പോളിപ്സ് കണ്ടുവരാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കോളൻ പോളിപ്സിനെ പറ്റിയിട്ടാണ്, അതായത് വൻകുടലിൽ മാത്രം കണ്ടുവരുന്ന പോളിപ്സ്. ഈ പോളിപ്സ് ആദ്യം കാണുമ്പോൾ ഒരു മഞ്ചാടിക്കുരുവിൻ്റെ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്യാൻസർ സ്റ്റേജ് അല്ല. പക്ഷേ ഈ പോളിപ്പ് കണ്ടുപിടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് വർഷങ്ങൾ കൊണ്ട് വളർന്ന് അതിൽ ചെറിയ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവുകയും ഈ ക്യാൻസർ സെല്ലുകൾ പടർന്ന് വലിയൊരു ട്യൂമറായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഈ ട്യൂമർ കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുടലിന് ബ്ലോക്ക് ഉണ്ടാവുകയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും പിന്നെ വിദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അതിനാണ് 4th സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ ഇതിൻ്റെ സിംറ്റംസ് പലപ്പോഴും ലേറ്റായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിംറ്റംസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഇത് നേരത്തെ ഒരു പരിശോധനയിലൂടെ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലതെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. തീർച്ചയായും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സിംറ്റംസിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു സ്ക്രീനിങ് നടത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. തീർച്ചയായും. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്ക, യൂറോപ്പ്, ചൈന, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും 40-50 വയസ്സ് കഴിഞ്ഞവർ ഈ കോളൻ ക്യാൻസറിനുള്ള സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് മുൻകൂട്ടി പരിശോധിക്കുന്ന ഒരു ടെൻഡൻസി എല്ലായിടത്തുമുണ്ട്. അതാത് രാജ്യങ്ങളുടെ ഹെൽത്ത് കെയർ പോളിസിയിൽ ഇത് അധിഷ്ഠിതമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇതുവരെ അങ്ങനെ ഒരു പോളിസി നിലവിലില്ല. കാരണം നമ്മുടെ രാജ്യം പൊതുവേ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്തിൽ അല്പം പിന്നോക്കമാണെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പല അസുഖങ്ങളും ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതല്ലാതെ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതൽ എടുക്കണം എന്നുള്ളത് നമ്മൾ ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അർബുദ രോഗങ്ങളിൽ 2 ക്യാൻസറുകളെ നമുക്ക് വാസ്തവത്തിൽ തടുക്കാൻ പറ്റുകയുള്ളൂ. ഒന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ. പാപ്സ്മിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോളൻ ക്യാൻസർ ഉണ്ടാകുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ മഞ്ചാടിക്കുരു എന്ന് നേരത്തെ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ മുന്തിരിങ്ങ എന്ന് നേരത്തെ വിശേഷിപ്പിച്ച ഒരു പോളിപ്പിനെ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പം നിസ്സാരമായിട്ട് ഓപ്പറേഷൻ കൂടാതെ ഇത് പൂർണ്ണമായിട്ടും ഇത് നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സാധ്യത മുന്നിൽ കണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെയൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടാക്കിയെടുത്തത്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പരിശോധനകൾക്ക് വിധേയമാകുന്ന ഒരു പ്രക്രിയയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമില്ല. വിരളമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സ്ക്രീൻ ചെയ്യരുത്, കാരണം ടെസ്റ്റ് റിലയബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ കോളൻ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് 50 വയസ്സ് 40 വയസ്സിൽ തുടങ്ങുന്നത് ഈ പോളിപ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പോളിപ്പില്ല, കൊളോണോസ്കോപ്പി നോർമലാണെങ്കിൽ പിന്നീട് ആയുസ്സിൽ ഒരിക്കലും ഈ കൊളോണോസ്കോപ്പിയുടെ ആവശ്യം വരുന്നില്ല ഫോർ ദ മോസ്റ്റ് പാർട്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അതായത് ഫാമിലിയിൽ പോളിപ്സോ അല്ലെങ്കിൽ കോളൻ ക്യാൻസറോ ഉള്ളവർ എവറി 5 ഇയേഴ്സ് 5 വർഷം കൂടുമ്പോഴെങ്കിലും ഈ പരിശോധനയ്ക്ക് വിധേയരാകുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് ഈ ക്യാൻസർ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഡോക്ടർ, ഇപ്പം സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും സ്ക്രീനിങ്ങിന് വിധേയരാവണമെന്ന് പറഞ്ഞു. ഒരു സംശയം, ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ കോളൻ ക്യാൻസറിൻ്റെ തന്നെ ഹിസ്റ്ററി ഉണ്ടാവണോ, ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നാൽ മതിയോ? ഈ പ്രത്യേക കേസിൽ കോളോറെക്ടൽ ക്യാൻസർ ആർക്കെങ്കിലും ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു സാധ്യത കൂടുതലായിട്ട് വരുന്നത്. എല്ലാ ക്യാൻസറുകളും എല്ലാ ഫാമിലിയിലും പടരുന്നതായിട്ട് കാണുന്നില്ല. ചുരുക്കം ചില ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കോളൻ ക്യാൻസർ, ഇങ്ങനെയുള്ള ചുരുക്കം ചില ക്യാൻസറുകൾ മാത്രമേ ഫാമിലിയിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സ്പ്രെഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോളൻ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവരിൽ ഇത് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പലരും ഒരു വയറിന് ഓപ്പറേഷൻ കഴിഞ്ഞൊന്ന് പറയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഫാമിലി ഹിസ്റ്ററി പലപ്പോഴും നോൺ ആയിരിക്കണമെന്നില്ല. അഥവാ നോൺ ആണെങ്കിൽ, അതായത് അറിയപ്പെടുന്ന ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ 1st ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രക്തബന്ധമുള്ള വ്യക്തികൾ, അതായത് ഒരു വ്യക്തിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരൻസ്, ആ വ്യക്തിയുടെ സഹോദരന്മാർ അല്ലെങ്കിൽ മക്കൾ, ഇവരാണ് 1st ഡിഗ്രി റിലേറ്റീവ്സ്. ഈ വ്യക്തിയുടെ സഹോദരിയുടെ മകൻ ഒരിക്കലും 1st ഡിഗ്രി റിലേറ്റീവ് ആകുന്നില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് ചുറ്റും കിടക്കുന്ന ആദ്യത്തെ വലയത്തിനെയാണ് ഈ 1st ഡിഗ്രി എന്ന് പറയുന്നത്. ഈ 1st ഡിഗ്രിയിൽപ്പെട്ടവർ നല്ല ആരോഗ്യത്തിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ്.
ഈ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് വിധേയരാകേണ്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടറിൻ്റെ സിംറ്റംസ് പറഞ്ഞത് ഒന്ന് ബ്ലീഡിങ് ആണ് പറഞ്ഞത്. സ്റ്റൂളിൻ്റെ ഒപ്പം ബ്ലീഡിങ്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ മലം പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം കാണുക. പൊതുവേ നമ്മുടെ നാട്ടിലൊരു ഒരു 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 ടെൻഡൻസി ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്നങ്ങ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും രോഗി തന്നെ സ്ഥാപിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കഴിഞ്ഞാൽ ഡോക്ടറും കൂടെ അങ്ങ് ചേർന്ന് സ്ഥാപിക്കും. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പൈൽസ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതായത് മലാശയം, അതായത് വൻകുടലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, മലദ്വാരത്തിന് തൊട്ട് മുകളിലുള്ള ഭാഗത്തിനെയാണ് മലാശയം എന്ന് പറയുന്നത്, റെക്റ്റം എന്ന് പറയും. അതിന് ഏകദേശം ഇത്രയും ഉയരമുണ്ടാവും. ഈ റെക്റ്റത്തിൻ്റെ അവസാന ഭാഗം, സ്ഫിങ്ക്റ്റർ എന്ന് വിളിക്കുന്ന കവാടത്തിന് തൊട്ട് മുകളിലുള്ള ദശകൾക്കാണ് പൈൽസ് എന്ന് പറയുന്നത്. ഹെമറോയിഡ്സ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള വാക്ക്. ഈ ഹെമറോയിഡ്സിൻ്റെ പ്രത്യേകത, ഈ ദശകൾക്കുള്ളിൽ കൂടി ധാരാളം രക്തക്കുഴലുകൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ രക്തക്കുഴലുകൾ വളരെ പെട്ടെന്ന് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ളതാണ്. ഇത് ശരീരത്തിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്, ഒരു ദശയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപാട് മുക്കുന്ന സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ മലബന്ധം സ്ഥിരമായിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഈ ടിഷ്യൂസ്, ഈ ദശകൾക്ക് വലിപ്പം വയ്ക്കുകയും അല്പം പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഹെമറോയിഡ്സ് എന്നും, അതിന് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്ന് പറയാറുണ്ട്. അതിനെയാണ് പൊതുവായ ഭാഷയിൽ പൈൽസ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഈ ഹെമറോയിഡ്സ് സാധാരണയായിട്ട് ബ്ലീഡ് ചെയ്യാറുണ്ടെങ്കിലും എല്ലാ ബ്ലീഡിങ് കേസുകളും ഹെമറോയിഡ്സ് മൂലം ആകണം എന്നില്ല. ഏത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനോട് ചോദിച്ചാലും അവർ പല കഥകളും പറഞ്ഞു തരും. ഹെമറോയിഡ്സ് ആണെന്ന് കരുതി ചികിത്സിച്ചു, വാസ്തവത്തിൽ ഇത് കൊളൈറ്റിസ് ആയിരുന്നു, കോളൺ ക്യാൻസർ ആയിരുന്നു, അൾസർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഹെമറോയിഡ്സ് ആണ് എന്ന് വിധി എഴുതുന്നതിന് മുമ്പ് അതാണ് എന്നൊരു പരിശോധന മുഖേന സ്ഥിരീകരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും 40 ഇയേഴ്സിന് ശേഷമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് ബ്ലൈൻഡായിട്ട് ഹെമറോയിഡ്സ് ആണ് എന്ന് പ്രിമച്വറായിട്ട് നമ്മൾ വിധി എഴുതാൻ പാടില്ല. കാരണം ഒരുപക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസർ ആയിരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരിശോധന ചെയ്തതിന് ശേഷമേ അത് ഹെമറോയിഡ്സ് ആണെന്ന് നമ്മൾ വിധി എഴുതാൻ പാടുള്ളൂ. ഒരു 40 വയസ്സിന് ശേഷമുള്ള പ്രായമുള്ള ഒരാൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അയാളുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ഡെയിലി റൊട്ടീൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടാൽ സംശയിക്കണം അയാൾക്ക് ക്യാൻസർ ഉണ്ടോ, ഈ കോളറക്ടൽ ക്യാൻസർ ഉണ്ടോ എന്ന്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും 40 വയസ്സ് കഴിഞ്ഞവരിൽ? ലക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു ഫോർ ദ മോസ്റ്റ് പാർട്ട്, അതായത് കോളൻ ക്യാൻസർ ഉള്ള ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 പേർക്കും ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദേ ആർ വിതൗട്ട് സിംറ്റംസ്. കാരണം എന്താണ്? കാരണം ഈ ക്യാൻസർ വളരുന്നത് ഏകദേശം ഈ വിസ്തീർണമുള്ള ഒരു കുടലിൻ്റെ ഭിത്തിയിലാണ്. ഈ കുടലിൻ്റെ ഈ ഭിത്തിയിൽ ഒരു ട്യൂമർ വളരുകയാണെങ്കിൽ പോലും അതിനകത്തൂടെയുള്ള ഗതാഗതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഈ ട്യൂമർ വളർന്ന് വളരെ വലുതായതിനു ശേഷമേ ഒരു മലബന്ധം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒട്ടും റിലയബിൾ അല്ല. അതായത് മലബന്ധമുള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുമെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം മലബന്ധമുള്ള 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് പോലും ക്യാൻസർ ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് പോലും ക്യാൻസർ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ലക്ഷണങ്ങളെ നമുക്ക് റിലയബിൾ ആണോ അല്ലേ, ആക്യുറേറ്റ് ആണോ അല്ലേ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലക്ഷണങ്ങൾ റിലയബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിന് പ്രിവെൻറ്റീവായിട്ടുള്ളൊരു പരിശോധന കണ്ടുപിടിച്ചിട്ടുള്ളതും അത് സർവ്വസാധാരണമായിട്ട് ലഭ്യമായിട്ടുള്ളതും കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. ഇനി കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് എന്താണെന്ന് ഞാൻ വിവരിച്ചു തരാം. അതായത് ഒരു നേരത്തെ ക്യാമറ ഉണ്ടാവും. അതായത് നീളത്തിലുള്ള ഒരു ഫൈബർ ഓപ്റ്റിക് റബ്ബർ ട്യൂബാണ്. ഏകദേശം ചെറുവിരലിൻ്റെ വണ്ണം ഉണ്ടാവും. അതിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റും ഒരു ക്യാമറയും ഉണ്ടാവും. വീഡിയോ ക്യാമറയാണ്. ഇത്രയും വണ്ണമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ക്യാമറ കാണുന്ന എല്ലാ ദൃശ്യങ്ങളും തത്സമയം ഒരു ടെലിവിഷൻ മോണിറ്ററിൽ ഡോക്ടർക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് കുടൽ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചതിന് ശേഷം സെഡേഷൻ കൊടുത്ത് താഴെ നിന്ന് മലദ്വാരം വഴിയാണ് ഈ ക്യാമറ ഉള്ളിലേക്ക് കടത്തുന്നത്. അത് വളരെ സ്മൂത്തായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സെഡേഷൻ കൊടുക്കുന്ന ഡോക്ടറാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഈ പേഷ്യൻറ്റിന് വേദന കൂടാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കടത്തി കഴിയുമ്പോഴത്തേക്കും ഉള്ളിൽ ഇതുപോലെ ഉൾഭിത്തിയിൽ എന്തെങ്കിലും ഗ്രോത്ത്സ് ഉണ്ടോ എന്ന് ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഈ കൊളോണോസ്കോപ്പ് മുഖേന തന്നെ ഈ ഗ്രോത്തിനെ കരിച്ചു കളയാനും മുറിച്ച് കളയാനും സാധിക്കുകയും ചെയ്യും. ഈ പ്രോസസ്സിനൊന്നും, ഈ പ്രക്രിയയ്ക്കൊന്നും വേദനയോ കോംപ്ലിക്കേഷൻസോ ഒക്കെ വളരെ വളരെ വിരളമായിട്ട് ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളോണോസ്കോപ്പി എന്നുള്ള പ്രക്രിയ ഇറ്റ് ടേക്സ് അബൌട്ട് 1 hour, ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഔട്ട് പേഷ്യൻ്റായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ഏത് വ്യക്തിയും ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം
you can't rely on symptoms. When you can't rely on symptoms, then what do? You rely on investigations. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കോളൻ ക്യാൻസർ അവയർനെസ് മന്ത് എന്ന് മാർച്ച് കോളൻ ക്യാൻസർ അവയർനെസ് മന്ത് എന്ന് വിദേശ രാജ്യങ്ങളിൽ ആചരിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രചരിപ്പിക്കുന്നത്. ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കോളൻ ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ കൊളോറക്ടൽ ക്യാൻസറിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജ്, ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജായ പോളിപ്സ്, അതിനെ കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു, കൊളോണോസ്കോപ്പിയെക്കുറിച്ച് പറഞ്ഞു. ഒരു കൊളോണോസ്കോപ്പി നടത്തി പോളിപ്പ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ, ബീങ് എ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതായത് കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ അതിനകത്തുകൂടി കടത്താവുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില ഉപകരണങ്ങളുണ്ട്. അതിനെ നമ്മൾ അക്സസറീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കും. ഈ അക്സസറീസ് നീളത്തിലുള്ള ഒരു കേബിൾ മാതിരിയായിരിക്കും. ഈ കേബിള് ഈ കൊളോണോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടി കടത്തി കഴിഞ്ഞാൽ അത് കുടലിൻ്റെ നമ്മൾ കാണുന്ന ആ വ്യൂവിനകത്തേക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് കടന്നു ചെല്ലുകയും നമ്മളുടെ കൺമുമ്പിലുള്ള ആ ഒരു ഗ്രോത്തിനെ നമുക്ക് പല രീതിയിൽ കരിച്ചു കളയുകയോ അല്ലെങ്കിൽ അത് ഒരു സ്നെയർ ഉപയോഗിച്ച് അതിനെ മുറിച്ച് കളയുകയോ ബ്ലീഡിങ് വരാതിരിക്കാൻ അതിനെ കോട്ടറൈസ് ചെയ്യുകയോ എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള ചികിത്സകൾ ഈ കൊളോണോസ്കോപ്പി മുഖേന ചെയ്യാവുന്നതാണ്. സോ അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഡയഗ്നോസ്റ്റിക് ബട്ട് ഓൾസോ തെറപ്യൂട്ടിക്. ഇത് രോഗനിർണയത്തിന് മാത്രമല്ല, രോഗത്തെ അത് ചികിത്സിക്കുവാനും ഈ ടെസ്റ്റ് ഉപയോഗപ്രദമാണ്. അപ്പോൾ അതാണ് കൊളോണോസ്കോപ്പി മുഖേന എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നേരെ മറിച്ച് ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ ഗ്രോത്ത് അല്പം വലുതാണ്, നമുക്ക് കൊളോണോസ്കോപ്പ് മുഖേന നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു സർജനെ വിളിച്ചതിന് ശേഷം ഈ കേടായിട്ടുള്ള ഭാഗം, അതായത് രോഗം ബാധിച്ച ആ ഒരു സെഗ്മെൻറ്റ്, ഒരു കേടായ ഹോസ് പൈപ്പ് റിപ്പയർ ചെയ്യുന്ന മാതിരി ആ ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞ് നല്ല എൻഡുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു സർജറി ഉണ്ട്. ഈ സർജറി മിക്കവാറും ഇപ്പോൾ കീഹോൾ വഴിയാണ് ചെയ്യാറ്. കീഹോൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് നിസ്സാരമാണെന്ന്. അത് കീഹോൾ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ ചില ഭാഗങ്ങളിൽ നേർത്ത ദ്വാരങ്ങൾ, പെൻസിലിൻ്റെ വണ്ണത്തിലുള്ള ദ്വാരങ്ങളിട്ട് അതിനകത്തേക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി എയർ ഇട്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും വളരെ മാഗ്നിഫൈഡായിട്ട് വലുതായിട്ട് കണ്ടതിന് ശേഷം ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇത്. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ ഓപ്പറേഷൻ ലഭ്യമാണ്. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വിദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് കാണുകയാണെങ്കിൽ പിന്നെ കീമോതെറപ്പി എന്നുള്ള ഒരു കാര്യവും പിന്നെ ചില റെക്ടൽ ക്യാൻസറുകൾക്ക് റേഡിയേഷനും വേണ്ടി വന്നേക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഷോയിൽ കൂടുതലായിട്ട് പറയുന്നത് പോളിപ്സും ഇത് നല്ല ആരോഗ്യമുള്ള ക്യാൻസർ ആകുന്ന സ്റ്റേജിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ 37 വയസ്സായിരുന്നപ്പോൾ വിദേശത്തായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ടെസ്റ്റിന് വിധേയനായിരുന്നു. എനിക്ക് ഭാഗ്യത്തിന് പോളിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും കാണുന്ന ഈ അസുഖമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കും ഈ അസുഖം ഉണ്ടോ എന്നുള്ള ഒരു തോന്നൽ ഡോക്ടർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. നമ്മുടെ നാട്ടിലും ഈ കോളൻ ക്യാൻസറും പോളിപ്സും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പൊതുവേ ഒരു 10 വർഷം മുമ്പ് ഒരു ധാരണയുണ്ടായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും മറ്റും ഈ ക്യാൻസറും പോളിപ്സും ഒന്നും ഇല്ല എന്നൊരു ധാരണ വെച്ച് പുലർത്തി. അത് മാറി വരികയാണ്. അമേരിക്കയിലും യൂറോപ്പിലും കാണുന്ന അതേ അസുഖങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുപിടിച്ച് വരുന്നത്. അതിനുള്ള കാരണം ഇവിടെ അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുള്ള ട്രെയിനിങ് ലഭിച്ച ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേ അസുഖങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഡോക്ടർ, ഇപ്പം കൊളറക്ടൽ ക്യാൻസറിൻ്റെ സിംറ്റംസും അതിൻ്റെ പരിശോധനയും അതിൻ്റെ ചികിത്സാ രീതിയും അല്ലെങ്കിൽ ഓപ്ഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഒരു പ്രിവെൻറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രിവെൻറ്റീവ് സ്ക്രീനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ പലരും പറയാറുണ്ട് വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം, ഫൈബർ കൂടുതൽ കഴിക്കണം, ഇറച്ചി കഴിക്കരുത്. ഇതൊക്കെ വളരെ വീക്ക് എവിഡൻസ് ആണ്. ഇത് യാതൊരു തെളിവുമില്ലാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് നോ പ്രൂഫ് റൈറ്റ് നൗ ദാറ്റ് ഫൈബർ ക്യാൻ പ്രിവെൻറ്റ് ക്യാൻസർ. പലരും പറയുന്നത് കേൾക്കാറുണ്ട് ഒരുപാട് പച്ചക്കറികൾ കഴിച്ചാലും ഫ്രൂട്ട്സ് കഴിച്ചാലും ക്യാൻസർ വരില്ല എന്ന്. ഇതിന് യാതൊരു തെളിവുമില്ല. വാസ്തവത്തിൽ ക്യാൻസർ ഉണ്ടാകുന്ന ജീൻസിലാണ്, അല്ലാതെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും അല്ല. അതുകൊണ്ട് നമ്മൾ സെൻസിബിളായിട്ട് ഭക്ഷണം കഴിക്കുക, അനാവശ്യമായിട്ടുള്ള നമ്മൾക്കറിയാത്ത കെമിക്കൽസും മറ്റും ഉള്ളിൽ കൊണ്ട് ചെല്ലാതിരിക്കുക, മീറ്റ് കഴിക്കുന്നവർ മോഡറേറ്റായിട്ട് മീറ്റ് കഴിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എവിഡൻസ് ബേസ്ഡ് ആണ്, സ്പെക്കുലേഷൻ ബേസ്ഡ് അല്ല. അപ്പോൾ സ്പെക്കുലേഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു കാര്യം പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണെങ്കിലും തീർച്ചയായിട്ടും അത് ക്യാൻസർ പ്രതിരോധിക്കും എന്നൊരു മിഥ്യ നിലവിലുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ,
ഇതിൻ്റെ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ട ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞ് തീർച്ചയായും ഏജ് കൂടുന്നതനുസരിച്ച് വിത്ത് എവറി പാസിംഗ് ഡെക്കേഡ് ദ റിസ്ക് ഇൻക്രീസസ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ തന്നെ ഈ ഏജിൻ്റെ ഈ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 40 years 50 years കഴിഞ്ഞവരിലാണ് ഈ സ്ക്രീനിങ് വേണ്ടത്. പിന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, മുൻകാലത്ത് പോളിപ്സ് ഉണ്ടായിരുന്നവർ. എല്ലാ പോളിപ്സും ഡേഞ്ചറസ് അല്ല, ചില പ്രീ ക്യാൻസറസ് പോളിപ്സ് ഉണ്ട്, അഡിനോമ എന്ന് വിളിക്കും. ഈ അഡിനോമ ഹിസ്റ്ററി ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം അവർക്ക് വീണ്ടും ഈ അഡിനോമാസ് വരാനുള്ള സാധ്യതയും അത് പിൽക്കാലത്ത് ഒരു ചെറിയ അളവിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ആൾക്കാർ ആരും പേടിക്കരുത്. അതായത് ഒരു ബ്ലഡ് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴേക്കും ബ്ലഡ് കണ്ടെന്ന് വെച്ചാൽ നത്തിങ് ടു വറി അബൌട്ട്. പക്ഷേ സ്ഥിരമായിട്ട് ശോധനയിൽ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ്, അതൊന്ന്. പിന്നെ പ്രിവെൻറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നാട്ടിൽ അവൈലബിൾ ആണ്. അതിന് വിധേയരാകുന്ന എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അത് രണ്ടാമത്തെ കാര്യം. 3, പൈൽസ് എന്ന് വിധി എഴുതി ചികിത്സിക്കുന്നതിന് മുമ്പ് പരിശോധിക്കൂ, ഇത് പൈൽസ് ആണോ അതോ പൈൽസിന് പുറമെ അല്ലെങ്കിൽ ഹെമറോയിഡ്സിന് പുറമെ മറ്റെന്തെങ്കിലും അതിന് മുകളിലുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ രാജീവ് ജയദേവൻ, അദ്ദേഹം എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. സാധാരണ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ അതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയ സംഗ്രഹം ഞാൻ പറയാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.